ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ. 10 പേർ ശുദ്ധരായിത്തീർന്നില്ലയോ? 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട്, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മനുഷ്യന് വാങ്ങുവാൻ ഇഷ്ടമുള്ളതും കൊടുക്കുവാൻ ഇഷ്ടമില്ലാത്തതുമായ ഒന്നാണ് നന്ദി. നമ്മൾ ചെയ്തു കൊടുത്ത എല്ലാ പ്രവൃത്തികൾക്കും മറ്റുള്ളവർ നന്ദി പ്രകടിപ്പിക്കണമെന്ന് നാം ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ നന്ദി പറയുവാൻ നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ്. ഓരോ ദിവസങ്ങളും ദൈവം നമുക്ക് ദാനമായി തരികയാണ്. ഈ ഒരു പ്രഭാതം കൂടി ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. നന്ദിയുള്ളവരായി ദൈവസന്നിധിയിൽ നമുക്ക് ആയിത്തീരാം. നാം വായിച്ച സുവിശേഷത്തിൽ 10 കുഷ്ഠരോഗികളുടെ കഥയാണ് നാം വായിക്കുന്നത്. രോഗികളായ 10 പേർ, ആ 10 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ സഹായം വിളിച്ചപേക്ഷിക്കുകയാണ്. തിരികെ പോകുന്ന വഴിക്ക് അവർ 10 പേരും സൗഖ്യം പ്രാപിക്കുന്നു. പക്ഷേ ഒരുവൻ മാത്രം നന്ദി പറയുവാൻ തിരിച്ചു വരുന്നു. ആ സന്ദർഭത്തിൽ യേശു ചോദിക്കുന്ന ചോദ്യമാണ്, ബാക്കി 9 പേർ എവിടെ? പ്രിയമുള്ളവരെ, നാം എല്ലാവരും ആ 9 പേരിൽ ഓരോരുത്തരാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടുന്ന സമയത്ത് നാം മഹത്വം കൊടുക്കാറുണ്ടോ? ദൈവത്തിന് നന്ദി പറയേണ്ടുന്ന സമയത്ത് നാം നന്ദി പറയാറുണ്ടോ? നന്ദി പറയുവാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ എന്ന് യേശു പറയുമ്പോൾ എന്താണ് ഈ ബാക്കി 9 പേർ തിരിച്ചു വരാഞ്ഞത്? 1993 മരണമടഞ്ഞ ലോകത്തിലെ 1-ാം നമ്പർ ടെന്നീസ് പ്ലെയർ ആയിരുന്നു ആർതർ ആഷ്. കറുത്ത വർഗക്കാരനായിരുന്ന അമേരിക്കക്കാരൻ. 3 ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ നേടിയിട്ടുണ്ട്. ലോകത്തെ 1-ാം തരം കളിക്കാരൻ. അദ്ദേഹം കളിയിൽ നിന്ന് വിരമിക്കുന്ന സമയത്ത് ഗുരുതരമായ ഒരു രോഗം ബാധിച്ചു അദ്ദേഹത്തിന്. അധികം ചികിത്സയില്ലാതിരുന്ന ആ കാലത്ത് മരണവുമായിട്ട് മല്ലടിക്കുന്ന സമയം അദ്ദേഹത്തിന് അനേക ആരാധകർ കത്തുകൾ എഴുതിക്കൊണ്ടിരുന്നു. അതിലൊരു കത്തിപ്രകാരമായിരുന്നു, ആർതർ, എന്തുകൊണ്ടാണ് ദൈവം ഇത്ര ക്രൂരമായൊരു രോഗം താങ്കൾക്ക് തന്നത്? കത്തിൻ്റെ മറുപടിയായി അദ്ദേഹം പ്രതികരിച്ചത് ഇപ്രകാരമാണ്: ലോകത്ത് ടെന്നീസ് കളി പഠിക്കുന്ന 50 കോടിയോളം യുവജനങ്ങളും കുട്ടികളുമുണ്ട്. ഇതിൽ 50 ലക്ഷം പേർ പഠനത്തിലേക്ക് തിരിയും. ഈ 50 ലക്ഷത്തിൽ 5 ലക്ഷം പേർ ശരാശരി പ്രൊഫഷണൽ ടെന്നീസിലേക്ക് കടന്നു വരാറുണ്ട്. അതിൽ നിന്ന് 5000 പേർ മാത്രമാണ് ശരിക്കും ടെന്നീസ് കളിക്കുവാനുള്ള നിലവാരത്തിലേക്ക് കടന്നു വരുന്നത്. ആ 5000-ൽ 500 പേർ ചിലപ്പോൾ ഗ്രാൻഡ് സ്ലാമിൽ പ്രവേശിക്കപ്പെടാറുണ്ട്. 500 പേരിൽ 50 പേർ വിംബിൾഡണിൽ വരാറുണ്ട്. അതിൽ 4 പേർ മാത്രമാണ് സെമി ഫൈനലിൽ എത്തുന്നത്. അവസാന 4-ൽ 2 പേർ മാത്രം, അവസാനം ആ സെമി ഫൈനൽ കളിക്കുന്ന 4 പേരിൽ നിന്ന് 2 പേർ മാത്രം ഫൈനലിൽ എത്തുന്നു. അവസാനം അതിൽ പലതവണ ഞാൻ 1-ാം സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചില്ല, വൈ മീ ലോർഡ്? എന്തുകൊണ്ട് ദൈവമേ അങ്ങ് എനിക്കിത് തന്നു എന്ന് ഞാൻ ചോദിച്ചില്ല. പ്രിയമുള്ളവരെ, ക്രൂരമായി ഈ രോഗം അദ്ദേഹത്തിന് വരുമ്പോഴും അത് 10 പേരിൽ ഒരാൾ തിരിച്ചു വരുന്നത് അയാൾക്ക് കിട്ടിയിരിക്കുന്ന സൗഖ്യമെന്ന, അർഹതയില്ലാഞ്ഞിട്ടും ഔദാര്യമായി കിട്ടിയ വലിയ സൗഖ്യമെന്ന നന്മ തിരിച്ചറിയുകയാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ വലിയ വികാരമാണ് ഔദാര്യം. യോഗ്യതയില്ലായിരുന്നിട്ടും തമ്പുരാൻ നമുക്ക് തരുന്ന വലിയ സമ്മാനങ്ങളുണ്ട്. ആ സമ്മാനത്തിൻ്റെ മുമ്പിൽ നാം ഓരോരുത്തരും നന്ദിയുള്ളവരായിരിക്കണം. ആ വലിയ മാനസികമായ അവസ്ഥയുടെ മുമ്പിൽ തിരിച്ചു വന്ന് നന്ദി പറയാതിരിക്കുവാൻ ഒരിക്കലും നമുക്ക്
സാധിക്കാറില്ല. അതുകൊണ്ടാണ് ക്രിസ്തു ചോദിക്കുന്നതും എന്തുകൊണ്ടാണ് ഇവൻ തിരിച്ചു വന്നത്? ബാക്കി 9 പേരും വന്നില്ലല്ലോ, എല്ലാവർക്കും ഒരേ സൗഖ്യമല്ലേ ലഭിച്ചത്? ഈ ഒരുവനുണ്ടായിരുന്ന മാനസികാവസ്ഥ എന്തുകൊണ്ട് മറ്റുള്ളവർക്കില്ലായിരുന്നു? പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന വലിയ ദൈവിക നന്മകളുണ്ട്. എനിക്കും നിനക്കും അവകാശപ്പെടുവാൻ ഒരു യോഗ്യതയും ഇല്ലാതിരിക്കെ ദൈവം നമ്മിലേക്ക് വെറുതെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന നന്മകൾ, അതുപോലെ അനുദിനം ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കുന്ന മറ്റനവധി നന്മകൾ, ആ നന്മകൾ നാം അനുഭവിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവകാശപ്പെടുവാൻ പറ്റുന്ന ഒന്നല്ല ഇതിൽ പലതും. നാം ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, പ്രകൃതി, ജീവിക്കുന്ന ഭൂമി, എന്തെല്ലാം സൗഭാഗ്യങ്ങൾ! ഈ സൗഭാഗ്യങ്ങളൊക്കെ അവകാശപ്പെടുവാൻ എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത്? തീർച്ചയായും നന്ദിയുള്ളവരായി നമുക്ക് ദൈവസന്നിധിയിൽ മാറണം. ജീവിതത്തിൽ നാം സ്വീകരിക്കുന്ന നന്മകൾ അംഗീകരിക്കണം. നിങ്ങൾക്കും എനിക്കും കിട്ടിയ നന്മകൾ, ദൈവിക നന്മകളും സൗഭാഗ്യങ്ങളും യോഗ്യതയില്ലാതിരുന്നിട്ട് പോലും അധികമായിട്ട് കിട്ടുന്ന നന്മകളെ അനുഭവിക്കുക, അംഗീകരിക്കുക. അപ്പോൾ ഹൃദയത്തിൽ നിറയുന്നത് തീർച്ചയായും നന്ദിയായിരിക്കണം. നന്ദിയും സ്നേഹവും കൃതജ്ഞതയുമായിരിക്കണം. ഈ പുതിയ ദിവസം നമുക്ക് അതിനുവേണ്ടി നമ്മെ തന്നെ പാകപ്പെടുത്താം. ഉള്ളതിനെ നോക്കുവാൻ പലപ്പോഴും നമുക്ക് താല്പര്യമില്ല. ഇല്ലാത്തതിനെ നോക്കിയാണ് നാം നെടുവീർപ്പിടാറുള്ളത്. പലപ്പോഴും ദൈവത്തോട് നാം വഴക്കിടുന്നതും അതിനു വേണ്ടിയിട്ടാണ്. ഇല്ലാത്തതിനു വേണ്ടി ദൈവത്തോട് വഴക്കിടും. പ്രിയമുള്ളവരെ, നന്ദിയുള്ള ഒരു ഹൃദയം നമുക്ക് ദൈവത്തോട് യാചിക്കാം. അതെനിക്ക് വേണം, എനിക്ക് എൻ്റെ ദൈവത്തിന് നന്ദി പറയുവാൻ എനിക്കൊരു നല്ല ഹൃദയം വേണമെന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നാം എല്ലാത്തിനും നന്ദി പറയണം. ഈ പുതിയ ദിവസം അതിനുവേണ്ടി ദൈവം നമ്മെ ഒരുക്കട്ടെ. കിട്ടിയതിന് നന്ദി പറയുവാൻ നാം പഠിക്കണം. ദൈവം അതാണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മനോഹരമായ ഒരു ദിവസമായി ഇന്നത്തെ ദിവസം മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.